ബബിൾ ഗണ്ണും ഒരു ട്രെയിനുമാണ് അൺബോക്സ് ചെയ്യാൻ കിട്ടിയേക്കണ. ബബിൾ ഗണ്ണ് ചേച്ചിയുടെ ടോയും ട്രെയിൻ എൻ്റെ ടോയും ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ട്രെയിനാണ് പൊട്ടിച്ച് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ട്രെയിനിൽ കുറേ പ്രത്യേകതകളുണ്ട് ഗൈസ്. എന്താണ് അപ്പോൾ ട്രെയിൻ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വളഞ്ഞിട്ടുള്ള 10 ട്രാക്കും നേരെയുള്ള 4 ട്രാക്കുമാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ 14 ട്രാക്കാണല്ലോ. 14 ട്രാക്കും 5 ബോഗിയുമാണ് ഇതിൽ വരുന്നത്. എന്താണ് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ടൈറ്റാക്കി വെച്ചേക്കണേന്ന് അതിൽ നിന്നൊക്കെ എടുത്തത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ 2 ഷേപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഓവൽ ഷേപ്പും റൗണ്ട് ഷേപ്പുമാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് മറ്റേ ഓവൽ ഷേപ്പാണ് ഗൈസ്. എന്ത് ചെയ്യാൻ നമ്മൾ വലുതൊക്കെ നോക്കുള്ളൂ. ആ നീളത്തിലുള്ളത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കിട്ടും. നീളത്തിലുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവൽ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ നീളത്തിലുള്ളത് ഇപ്പോൾ റൗണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടുവിൽ 2 നീളത്തിലുള്ളതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഓവൽ ഷേപ്പ് ഗൈസ്. അപ്പോൾ നിങ്ങളിത് കണ്ടോ ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഗൈസ് മാറി മറിഞ്ഞൊക്കെ ഇരുന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ചിലത് തല തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഗൈസ്. അപ്പുറത്താണ് ഇപ്പുറത്താണ് വെക്കേണ്ടത്. ഈ ട്രെയിൻ താഴെ കൂടി ഓടും ഗൈസ്. നിലത്തൂടിയൊക്കെ ഓടും. അപ്പോൾ ഗൈസ് സ്വിച്ച് ഓൺ. ഗൈസ് ട്രെയിൻ നല്ല സൂപ്പറായിട്ട് ഓടുന്നുണ്ട് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ഓടുന്നുണ്ട്. നമ്മുടെ ഇവിടെ ട്രെയിൻ പാളം ഉള്ളതുകൊണ്ട് നമ്മൾ റിയലായിട്ടുള്ള ട്രെയിനൊക്കെ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു മിനിറ്റ് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട്. ഇടയ്ക്കൊന്ന് ഇന്നൊക്കെ പോകും. പക്ഷെ നമ്മളൊന്ന് എടുത്ത് തട്ടിക്കൊടുത്താൽ മതി ഗൈസ്. സെറ്റ് സാധനമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾക്ക് അടുത്ത കളിപ്പാട്ടം അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇനി ബബിൾ ഗണ്ണാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ബബിൾ ഗൺ അൺബോക്സ് ചെയ്യണ കാര്യം ഓർക്കുമ്പോൾ തന്നെ. കാരണം ഞങ്ങൾ അധികം ബബിൾ ഗൺ വെച്ച് കളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് വൈറ്റ് കളർ യെല്ലോ കളറിലാട്ടോ ഈ ബബിൾ ഗണ്ണിൻ്റെ കളർ വരുന്നത്. അപ്പോൾ ഇതിനൊരു ലിക്വിഡും കിട്ടും, ഇതൊഴിക്കാനൊരു പാത്രവും കിട്ടും. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് ഗൈസ്. ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പണി തീർന്നു. പിന്നെ നമുക്ക് അത് കളിക്കണമെങ്കിൽ ബാറ്ററി വീണ്ടും വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം അതിൻ്റെ ബാറ്ററിയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് ആ ലിക്വിഡ് ആ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഇനി ഞങ്ങൾ ബബിള് വീർപ്പിക്കാൻ പോവാണ് ഗൈസ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും പാറും. ഞങ്ങൾക്ക് ബബിള് വീർപ്പിച്ച് കളിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബബിള് വീർപ്പിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ ബബിൾസ് വന്ന് ഞങ്ങൾ നല്ല ഇതിലാണ്. പക്ഷെ അവിടെ ഇരുന്ന് ചെയ്തപ്പോൾ അധികം രസമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ റോട്ടിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഞങ്ങൾക്ക് വിശാലമായിട്ടിരുന്ന് ബബിൾ പറത്താലോ എന്ന് വിചാരിച്ചപ്പോൾ ബബിളെല്ലാം ഞങ്ങളുടെ അടുത്തോട്ടൊന്നല്ല വന്നത്. കാറ്റ് എങ്ങോട്ടാണ് പോകണം അങ്ങോട്ടാണ് ബബിള് പോണത്. ഞങ്ങൾ കണ്ടൽക്കാട്ടിലോട്ടൊക്കെ ചെയ്യാൻ നോക്കി. അപ്പോഴും കാറ്റ് എങ്ങോട്ടാണ് പോകണത് അങ്ങോട്ടാണ് ബബിൾസും പോണത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് വട്ടം ചുറ്റിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ വട്ടം ചുറ്റിച്ച് നോക്കിയിട്ടും കാറ്റ് എങ്ങോട്ടാണോ പോണത് അങ്ങോട്ട് തന്നെയാണ് ബബിൾസും പോണത്. ഞാൻ വിചാരിച്ചു അപ്പോഴെങ്കിലും എല്ലാ സ്ഥലത്തോട്ടും ബബിൾസ് പോകുന്നു കേട്ടോ. പിന്നെ പാറ അത് പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടണില്ല. എന്ത് ചെയ്യാനാ, ഭയങ്കര സ്പീഡല്ലേ ബബിൾസിനൊക്കെ. പിന്നെ ഞാൻ പാറുവിൻ്റെ ചുറ്റിനും ചെയ്ത് നോക്കി. അപ്പോഴും ബബിൾസിൻ്റെ പാട്ടിന് പോവാണ് ഗൈസ്. ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ ഫുള്ള് ഞങ്ങളുടെ റൗണ്ടിൽ തന്നെ ബബിൾസ് ഇങ്ങനെ കളിച്ച് ഫാൻറ്റസി വേൾഡ് പോലെയൊക്കെ ആവുമെന്ന്. പക്ഷെ കാറ്റ് എങ്ങോട്ടാണ് പോകണം അങ്ങോട്ടാണ് പോയത്. പിന്നെ ഞാനൊരു പോസിൽ നിന്ന് ചെയ്തപ്പോൾ ബബിൾസ് നല്ല വലുതായി വന്നു ഗൈസ്.